ഇന്ന് FM ഹെൽത്ത് ലൈൻ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് കാൽമുട്ട് വേദനയെക്കുറിച്ചാണ്. കാൽമുട്ട് വേദനയും അതുപോലെ ഷോൾഡർ പെയിൻ, ചുമലുകൾക്ക് വരുന്ന വേദനയും. സാധാരണ ഇന്നത്തെ ചെറുപ്പക്കാർ മുതൽ എല്ലാവരും പരാതി പറയുന്ന ഒരു വേദനയാണ് കാൽമുട്ടിന് വേദന, അതല്ലെങ്കിൽ സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കാൽമുട്ട് വേദന ഇന്ന് ഒരുപാട് പേർ അതേക്കുറിച്ച് പരാതി പറയുന്നത്? ഒരു മുട്ടുവേദന എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലിയും ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ കൊണ്ട് നമ്മൾ കുറെ ആൾക്കാരിൽ അമിതവണ്ണം കണ്ടുവരുന്നുണ്ട്. അപ്പൊ അമിതവണ്ണം തന്നെ ഒരു പ്രധാന കാരണമാണ് മുട്ടുവേദനയ്ക്കുള്ളത്. നമ്മുടെ മുട്ടിനുള്ളിൽ എല്ലുകളുടെ മുകളിൽ ഒരു പാട പോലെ തരുണാസ്ഥി കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ആണ് നമ്മുടെ സന്ധികൾ പ്രധാനമായിട്ട് കാൽമുട്ടിലെ ഫ്രിക്ഷൻ ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ചലിപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പം പല കാരണങ്ങളുണ്ട്. ചിലരിൽ അമിതമായ വണ്ണം കൊണ്ട് മുട്ടിലൂടെ പോകുന്ന അമിതമായ ലോഡുള്ളത് കൊണ്ട്, പിന്നെ ചിലരിൽ പ്രായത്തിന്റെ വ്യത്യാസങ്ങൾ കൊണ്ട്, പിന്നെ പോഷണാഹാരത്തിന്റെ കുറവ് കൊണ്ട്, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ഈ കോട്ടിങ്ങിൽ അപാകത വരിക, കോട്ടിങ്ങിന്റെ ഡാമേജ് സംഭവിക്കും. അതുമൂലം വേദന അനുഭവപ്പെടാറുണ്ട്. ഇതാണ് ഒരു പ്രധാന കാരണം ചെറുപ്പക്കാരിൽ മുട്ടിൽ വേദന അനുഭവപ്പെടാൻ ആയിട്ടുള്ളത്. പിന്നെ പരിക്ക് പറ്റി മുട്ടിനുള്ളിലുള്ള ഈ കാർട്ടിലേജിന് ഡാമേജ് പറ്റുകയും, അതല്ലാതെ മുട്ടിനുള്ളിലുള്ള ലിഗമെന്റ്സ്, അല്ലാതെ മെനിസ്കസ് എന്ന് പറയുന്ന സോഫ്റ്റ് ടിഷ്യൂ അവയവങ്ങൾക്ക് ഡാമേജ് പറ്റിയൊക്കെ ഈ രീതിയിലുള്ള വേദന അനുഭവപ്പെടാം. സ്പ്രെയിൻസ് ആൻഡ് സ്ട്രെയിൻസ്, അങ്ങനെ സ്പ്രെയിൻസ് ആൻഡ് സ്ട്രെയിൻസ് പറയുന്നത് മുട്ടില്, അതായത് മുട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ തൊടയലിന്റെ കീഴ്ഭാഗവും കാലിന്റെ മുകൾ ഭാഗവും പിന്നെ നമ്മുടെ മുട്ട് ചിരട്ടയും കൂടെ ചേർന്ന ഒരു കോംപ്ലക്സ് ജോയിന്റ് ആണ്. അപ്പൊ ഈ എല്ലുകളെ തമ്മിൽ ഘടിപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ മസിൽസും പേശികളും അതുപോലെ തന്നെ ലിഗമെന്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം ഈ ലിഗമെന്റ്സിൽ നമ്മൾ കാലുളുക്കുകയും കാല് മണങ്ങിപ്പോവുകയും വാഹനാപകടത്തിലും സ്പോർട്സ് ഇഞ്ചറീസിലൊക്കെ ഈ ലിഗമെന്റ്സിനൊക്കെ ഡാമേജ് പറ്റി അതിൽ മൂലം കാലിന്റെ സ്റ്റെബിലിറ്റിക്ക് പ്രശ്നം പറ്റുകയും കാലിന് വേദന അനുഭവപ്പെടുകയും ചെയ്യാം. സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ ഇങ്ങനെ കാൽമുട്ട് വേദന പരാതി പറയാറുണ്ട്. ഈ കായിക താരങ്ങൾ ഇത് അധിക ഉപയോഗം കൊണ്ടും ഇങ്ങനെ കാൽമുട്ട് വേദന വരാറുണ്ടോ? കാൽമുട്ട് വേദന അമിതമായ ഉപയോഗം കൊണ്ടും വരാം. എസ്പെഷ്യലി ഈ സ്പോർട്സ് താരങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും മുട്ടിനൊരു നിശ്ചിത ഒരു ലൈഫ് നേച്ചർ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആസ് എ സ്പീഷീസ് നമ്മൾ ഒരിക്കലും ഈ ഹൈ ഇമ്പാക്ട് ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ്ലി കുറെ നാളത്തേക്ക് ചെയ്യാൻ ഡിസൈൻഡ് അല്ല. അപ്പൊ പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ അഥവാ ഈ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന ഹൈ ലെവലിൽ കളിക്കുന്ന ആൾക്കാർക്ക് കുറെ വർഷങ്ങൾ കൊണ്ട് ഈ ഒരേ രീതിയിലുള്ള നിരന്തരമായി മുട്ടിങ്ങനെ ഉപയോഗിച്ച് അവർക്ക് ആ ജോയിന്റിൽ തേയ്മാനം പോലുള്ള വ്യത്യാസങ്ങൾ വരെയും അതുമൂലം മുട്ടുവേദന അനുഭവപ്പെടുകയും ചെയ്യാം. അതേപോലെ പ്രായാധിക്യം കൊണ്ടും കാൽമുട്ടുവേദന കൊണ്ടും മുട്ടുവേദന വരാം. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ പ്രായത്തിന്റെ വ്യത്യാസങ്ങൾ വരുന്ന പോലെ, നമ്മുടെ മുടി നരയ്ക്കുന്ന പോലെ, നമ്മുടെ തൊലിയിൽ ചുളിവ് വീഴുന്ന പോലെ തന്നെ ശരീരത്തിന് നമ്മുടെ സ്കിന്നിലും നമ്മുടെ ദശയിലും ഒക്കെ ഉള്ള ടിഷ്യൂസിനുള്ള അടിസ്ഥാന ഘടകമായ കൊളാജൻ ടിഷ്യൂ പ്രോട്ടീൻസിന്റെ ഒക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമ്മുടെ മുട്ടിനകത്തുള്ള ഈ എല്ലിന്റെ മുകളിലുള്ള തരുണാസ്ഥിയുടെ വ്യത്യാസങ്ങൾ വരെയും പ്രായത്തിന്റെ വ്യത്യാസങ്ങൾ വരെയും അതുമൂലം തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. അത് വളരെ സുലഭമായിട്ട് കാണുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെയുള്ള പ്രായമായ അച്ഛനമ്മമാർ കാണും ഇങ്ങനെ മുട്ടുവേദന ഉള്ളവർ. ഇതിന്റെ സിംറ്റംസ് നമുക്ക് എങ്ങനെയാണ്? ഈ വേദന ആദ്യം വേദനയായിട്ട് തന്നെയാണോ വരുന്നത്? ഇത് എന്തിന്റെ സിംറ്റമാണ് ശരിക്കും ഈ വേദന? ഈ പ്രായം കൊണ്ട് വരുന്ന മുട്ടുവേദന അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മൂലമുള്ള മുട്ടുവേദനയുടെ പ്രധാനപ്പെട്ട സിംറ്റം വേദനയാണ്. അത് തുടക്കത്തിലൊക്കെ ചെറിയ തോതിലുള്ള വേദനയായിരിക്കും. കുറച്ചങ്ങ് നടന്ന ഒരു 5-10 മിനിറ്റ് നടന്നതിന് ശേഷം കാലിൽ വേദനയായിരിക്കും. ആ വേദന മൂലം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നടക്കേണ്ട ഒരവസ്ഥ കാണും. പിന്നെ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള വേദന, മുട്ട് മടക്കി പൊക്കം കുറവുള്ള കസേരകളിൽ ടോയ്ലറ്റിലിരിക്കുമ്പോഴുള്ള വേദന, ഇതൊക്കെയായിരിക്കും തുടക്കത്തിൽ അനുഭവപ്പെടുന്നത്. ഈ വേദനയുടെ കാഠിന്യം വർഷങ്ങൾ പോകുന്നതനുസരിച്ച് കൂടുകയും കൂടുതൽ വേദന അനുഭവപ്പെടുകയും നമ്മുടെ നടക്കാൻ പറ്റുന്ന ദൂരത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ മസിൽ കൂടി, പേശികൾ കൂടി ബലക്ഷയം അനുഭവിക്കുമ്പോഴാണോ അങ്ങനെ കൂടുതൽ വേദന വരുന്നത്? പേശികളിലുള്ള ബലക്ഷയം ഈ രീതിയിലുള്ള വേദനകൾ കൂടുതൽ അനുഭവപ്പെടാൻ ഒരു കാരണമാണ്. സാധാരണയിലും നോർമൽ അല്ലാത്ത ഒരു സന്ധി, അതായത് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ധിയിൽ പ്രധാനമായിട്ട് ആ ജോയിന്റിന് സ്റ്റെബിലിറ്റിയും ഫംഗ്ഷണൽ ശേഷിയും കൊടുക്കുന്നത് ആ ജോയിന്റിന് ചുറ്റുമുള്ള ലിഗമെന്റ്സും പേശികളുമാണ്. അപ്പം ഈ പേശികളിലെ ബലക്ഷയം സംഭവിക്കുമ്പോൾ ആ സന്ധിയിലുള്ള സ്റ്റെബിലിറ്റി കുറയും. അതുമൂലം തേയ്മാനം സംഭവിച്ചിരിക്കുന്ന സന്ധിയിൽ വേദന കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ മുട്ട് തേയ്മാനമുള്ള രോഗികൾക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് മുട്ടിന്റെ എക്സസൈസും മുട്ടിന്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസും കാര്യങ്ങളുമാണ് നമ്മൾ പറയാറ്. സാധാരണ ഇപ്പോൾ ഒരുപാട് പേര് വ്യായാമത്തിന്റെ ഭാഗമായി ട്രെഡ്മില്ലൊക്കെ നടക്കാറുണ്ട്. അത് കാൽമുട്ടിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ട്രെഡ്മിൽ തീർച്ചയായും ഒരു നല്ല എക്സസൈസ് ആണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസങ്ങളും നമ്മുടെ ഭക്ഷണ രീതികളിലുള്ള വ്യത്യാസങ്ങളും കാരണം ഈ അമിതമായ വണ്ണം ഒരു പ്രശ്നമാണിപ്പം. അപ്പം ഈ നല്ലോണം വണ്ണമുള്ള ഒരാള് ട്രെഡ്മില്ലിൽ പോയി ഇപ്പം ഓടാൻ ശ്രമിക്കുമ്പം ആ അത്രയും ഹെവി ലോഡാണ് അവരുടെ മുട്ടിലൂടെ പോകുന്നത്. അപ്പൊ അതുമൂലം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടുള്ള മുട്ടുവേദനയും കാര്യങ്ങളും കൂടുതൽ അനുഭവപ്പെടാനും
തേയ്മാനം വേദന മൂലം നേരത്തെ തന്നെ ആർത്രൈറ്റിസും മുട്ടിനുള്ളിലുള്ള ഈ തരുണാസ്ഥിയുടെ തേയ്മാനം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുട്ടുവേദന ഉള്ളവർക്ക് ഏത് തരം വ്യായാമമാണ് നിർദ്ദേശിക്കാറുള്ളത്? സാധാരണ മുട്ടുവേദന ഉള്ളവർക്ക് നമ്മൾ ലോ റെസിസ്റ്റൻസ് എക്സസൈസ് ആണ് നമ്മൾ പറയാറുള്ളത്. പ്രധാനമായിട്ട് അധികം ഫോഴ്സ് ഉപയോഗിക്കാതെ സ്ലോ സ്പീഡിലുള്ള വാക്കിംഗ് എക്സസൈസസ്, സ്ലോ സ്പീഡിലുള്ള ജോഗിംഗ് എക്സസൈസ്, സ്ലോ റെസിസ്റ്റൻസ് ഉള്ള സൈക്ലിംഗ് എക്സസൈസ്, സിമ്പിൾ വാക്കിംഗ് എക്സസൈസ്, സ്വിമ്മിംഗ് ഒക്കെയാണ് നമ്മൾ പറയാറുള്ളത്. നമുക്ക് ഈ മുട്ടുവേദന എങ്ങനെ ചികിത്സിക്കാൻ കഴിയും? ഏതാണ് അതിന്റെ കാരണമെന്ന് മനസ്സിലാക്കിയിട്ടല്ല ചികിത്സ നിശ്ചയിക്കുന്നത്? അതെ, മുട്ടുവേദനയുടെ ചികിത്സ അതിന്റെ കാരണവും മുട്ടുവേദന അനുഭവപ്പെടുന്ന രോഗിയുടെ പ്രായവും അനുസരിച്ചിരിക്കും. പിന്നെ ചെറുപ്രായക്കാരിൽ പരിക്ക് പറ്റി മുട്ടിനുള്ളിലുള്ള ഈ തരുണാസ്ഥിക്കോ അതല്ലെങ്കിൽ ലിഗമെന്റ്സിനോ ഒക്കെ ഡാമേജ് പറ്റുവാണെങ്കിൽ അത് നമ്മൾ റിപ്പയർ ചെയ്യുവാണെങ്കിൽ അതുമൂലമുള്ള മുട്ടുവേദന ഭേദമാവും. അത് നമ്മൾ സാധാരണ നമ്മൾ കീ ഹോൾ സർജറി എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ സർജറിയിൽ എന്താണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത്? സാധാരണ നമ്മൾ കീ ഹോൾ സർജറിയോടെ നമ്മൾ മുട്ടിനുള്ളിൽ ചെറിയ ദ്വാരത്തിലൂടെ ക്യാമറ ഇട്ട് നമ്മൾ മുട്ടിനകത്തെ ഈ ഡാമേജ് ആയ ഭാഗത്തിൽ നമ്മൾ അത് കണ്ട് അത് എത്ര കണ്ട് ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഈ ഡാമേജ് ആയ ലിഗമെന്റ്സിനെ നമ്മൾ സ്റ്റിച്ചിട്ട് റിപ്പയർ ചെയ്യും. അതല്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ മുട്ടിന്റെ പിറകിൽ തന്നെ നമ്മുടെ ടെൻഡൻസ് എന്ന് പറയുന്ന ലിഗമെന്റ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതെടുത്ത് നമ്മൾ മുട്ടിനുള്ളിൽ സപ്ലിമെന്ററി ഫിക്സേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് അത് നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാവുന്നതാണ്. അതാണ് ചെറുപ്രായക്കാരിൽ നമ്മൾ ചെയ്യുന്നത്. മുട്ടിനുള്ളിൽ ഉണ്ടാവുന്ന ഈ മാറ്റത്തെ പല സ്റ്റേജായിട്ട് പറയാറുണ്ട്. അതെ, നമ്മൾ മുട്ടിനുള്ളിലുള്ള തേയ്മാനത്തിന് നമ്മൾ മെഡിക്കൽ ലിറ്ററേച്ചറിൽ നമ്മൾ ഒരു സ്റ്റേജിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് 1 മുതൽ 4 വരെയാണ് പറയുന്നത്. 1 എന്ന് പറയുന്നത് വളരെ ഏർലി ഉള്ള തേയ്മാനവും 4 എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ബോൺ ഓൺ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഈ മുട്ടിനുള്ളിൽ എല്ലിന്റെ മുകളിലുള്ള കോട്ടിംഗ് അഥവാ തരുണാസ്ഥി കംപ്ലീറ്റ്ലി പോയി മുട്ടിനുള്ളിലുള്ള എല്ലാ പ്രദേശത്തും ഈ തരുണാസ്ഥി പോവുകയും മുട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആകുന്ന സ്റ്റേജാണ് നമ്മൾ സ്റ്റേജ് 4 എന്ന് പറയുന്നത്. അങ്ങനത്തെ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് വേദന അനുസരിച്ച് നല്ലോണം വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ സാധാരണ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇതുകൂടാതെ മുട്ടുവേദനയ്ക്ക് ഒരു കാരണമായിട്ട് കാണുന്നത് സാർക്കോമയാണ്. അതിന്റെ ഇൻസിഡൻസ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ? സാർക്കോമ എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ ശരീരത്തിലെ എല്ലുകളും അതോടനുബന്ധിച്ചുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് നമ്മുടെ പേശികളുടെ ഇടയിലുള്ള സോഫ്റ്റ് ടിഷ്യൂവിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറസ് കണ്ടീഷനാണ്. സാർക്കോമ മൂലമുള്ള മുട്ടുവേദന വളരെ റയറായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിന് പ്രത്യേക ചെറിയ ചില സൂചനകൾ കാണും. ചില പ്രത്യേക രീതിയിലുള്ള മുട്ടുവേദനയായിരിക്കും. രാത്രികാലങ്ങളിൽ വേദന മൂലം വേദന കൂടുക, അതേപോലെ മരുന്നൊന്നും കഴിച്ചാലും കുറയാത്ത വേദന, ആ വേദന അനുഭവിക്കുന്ന സ്ഥലത്ത് നിറവ്യത്യാസവും നീരും ഇതൊക്കെ അനുഭവപ്പെടാണ് നമ്മൾ സാർക്കോമ എന്ന് പറയുന്നത്. അത് താരതമ്യപ്പെടുത്തുമ്പം ഒരു 1 or 2% ഓഫ് നീ പെയിൻ ഓർ ജോയിന്റ് പെയിൻ ഉള്ള ആൾക്കാരിൽ മാത്രം അറ്റ് മാക്സിമം നമ്മൾ കാണാറുള്ളത്. അപ്പം സാർക്കോമ എന്നുള്ളത് വളരെ ഒരു റെയർ കോസ് ആണ്. പക്ഷെ അത് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുകയും കണ്ടുപിടിക്കുകയും അതിന് എന്തുമാത്രം ആ സാർക്കോമ ജോയിന്റിനെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്നും അതെന്തുമാത്രം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നും അനുസരിച്ചായിരിക്കും അതിന് ചികിത്സ. പക്ഷെ അതിന് സംയുക്തമായിട്ട് ഓർത്തോപെഡിക് സർജനും മെഡിക്കൽ സ്പെഷ്യലിസ്റ്റും ക്യാൻസർ സ്പെഷ്യലിസ്റ്റും എല്ലാവരും കൂടി ചേർന്നാണ് അതിന് ചികിത്സ നിശ്ചയിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാകുന്ന മുട്ടുവേദനയും കുട്ടികളിൽ കാണുന്ന ഈ ഗ്രോയിങ് പെയിനും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുമോ? എങ്ങനെയാണ്? ഗ്രോയിങ് പെയിൻസ് യൂഷ്വലി നമ്മൾ കാണുന്ന വളരുന്ന പ്രായത്തിലുള്ള കുട്ടികളിൽ ഗ്രോത്ത് സ്പേർട്സോടനുബന്ധിച്ചായിരിക്കും. അവര് നമ്മളോട് പറയുക പെട്ടെന്ന് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചില മുട്ടിലോ ഹിപ്പ് ജോയിന്റിലോ ഒക്കെ പെയിൻ എന്ന് പറയും. പക്ഷെ അത് പറഞ്ഞ ഒരു ദിവസം കാണും, അടുത്ത ദിവസം ആള് വീണ്ടും ഓടിക്കളിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്ന കാണും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും കാണൂല. അപ്പം നിരന്തരമായിട്ട് ദിവസങ്ങളോളം നിലനിൽക്കുന്ന ഒരു പെയിൻ ആകുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയും അതെന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. അതല്ലാതെ പിള്ളേരിൽ ഈ രീതിയിലുള്ള വേദനകൾ സ്വാഭാവികമായിട്ട് കുറവാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരന്തരമായിട്ട് കുറച്ചധികം ദിവസങ്ങൾ നിലനിൽക്കുന്ന പെയിനും വേദനയുടെ കൂടെ തന്നെ കുട്ടിക്ക് പനി അനുഭവപ്പെടുക, അവശത അനുഭവപ്പെടുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടി ബാക്കിയുള്ള കാരണങ്ങൾ തേടി പോകേണ്ടത്. തുടക്കത്തിലെ മുട്ടുവേദന നമുക്ക് ഒരു അസുഖമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് കൂടുതൽ മോശമാകാതെ രോഗം മൂർച്ഛിക്കാതെ എങ്ങനെ നമുക്ക് തടയാൻ കഴിയും? എന്തെല്ലാം മുൻകരുതൽ നടപടികളാണ് നമ്മൾ എടുക്കേണ്ടത്? അത് നമ്മൾ മുട്ടുവേദന എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടുവേദന മുട്ടിനുള്ളിലുള്ള അവയവങ്ങൾക്ക് പരിക്ക് പറ്റിയതുകൊണ്ടാണെങ്കിൽ അത് റിപ്പയർ ചെയ്തുകൊണ്ട് ആ വേദന മാറും. ഇതല്ല തേയ്മാനം അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ വരുന്ന തേയ്മാനം മൂലമുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ സ്റ്റേജ് അനുസരിച്ചായിരിക്കും ചികിത്സ. നന്നായി ചെറുപ്രായക്കാരിൽ മുട്ടിന്റെ തേയ്മാനവും വ്യത്യാസങ്ങൾ വരുന്നു നമ്മൾ ജോയിന്റ് പ്രിസർവേഷൻ എന്നുള്ള ചികിത്സയാണ് ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ നമ്മൾ തേഞ്ഞ ഭാഗം മാത്രം ഭാഗികമായിട്ട് മുട്ടിൽ നമ്മൾ പാർഷ്യൽ നീ റീപ്ലേസ് പറഞ്ഞ പ്രൊസീജിയർ നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മുട്ടിന് റീ അലൈൻമെന്റ് പ്രൊസീജിയർ, അതായത് തേഞ്ഞ ഭാഗത്തുനിന്ന് തേയാത്ത ഭാഗത്തിലോട്ട് ലോഡ് മാറ്റി വിടാൻ വേണ്ടി മുട്ടിനെ നമ്മൾ റീ അലൈൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് ചെയ്യാറ്. ഇതൊക്കെ കൊണ്ട് വേദന കുറയാവുന്നതാണ്.
ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരി ഇതിന്റെ ഡിസിഷൻ ഇരിക്കുന്നത് എത്ര കണ്ട് വേദനയാണ് ആ പേഷ്യന്റ് അനുഭവപ്പെടുന്നതാണ്. കാര്യമായിട്ട് വേദനയൊന്നുമില്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ടും വ്യായാമം കൊണ്ടും പിന്നെ ചില പ്രത്യേക രീതിയിലുള്ള ഇഞ്ചക്ഷൻ കൊണ്ടും ഇത് ഭേദമാക്കാവുന്നതാണ്. റീഅലൈൻമെന്റ് എന്ന് ഡോക്ടർ ഇപ്പോൾ പറയുകയുണ്ടായല്ലോ, ഇതും ഒരു സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണോ? ഇതൊരു സർജിക്കൽ പ്രൊസീജിയറായിട്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സാധാരണ നമ്മുടെ മുട്ടുകൾ തേഞ്ഞു തുടങ്ങുന്നത് മുട്ടിന്റെ ഉൾഭാഗത്തു നിന്നാണ്. ഉൾഭാഗവും മുട്ടിന്റെ ചിരട്ടയുടെ അടിയിലാണ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ചെറുപ്രായക്കാരിൽ നമ്മൾ നമ്മുടെ നാച്ചുറൽ മുട്ടിന്റെ ലൈഫ് നിലനിർത്താനും ഫംഗ്ഷൻ നിലനിർത്താനും വേണ്ടി നമ്മൾ ഈ റീഅലൈൻമെന്റ് പ്രൊസീജിയർ ചെയ്യുന്നതാണ്. ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്രായക്കാരിൽ മുട്ട് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ചെയ്താൽ അതിന് നിരവധി പരിമിതികളുണ്ട്. മുട്ട് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ ചെയ്ത ശേഷം അതുകൊണ്ട് ചെറുപ്രായക്കാരിൽ ചെയ്യുന്ന ഒരു ഉചിതമായ ഒരു ഓപ്പറേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ റീഅലൈൻമെന്റിൽ നമ്മൾ ബോൺ കട്ട് ചെയ്ത് നമ്മൾ അത് മെറ്റൽ സ്ക്രൂവും പ്ലേറ്റ് കൊണ്ട് റീഅലൈൻ ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്യുക. റീഅലൈൻ ചെയ്തതിന് ശേഷം ഈ മുട്ടിന്റെ ഉൾഭാഗത്തിൽ വരുന്ന ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് മുട്ടിന്റെ നോർമൽ തേയ്മാനം ഇല്ലാത്ത ഭാഗത്തിലോട്ട് മാറ്റി വിടുകയാണ്. അതുകൊണ്ട് ആ നാച്ചുറൽ മുട്ടിന് ഒരു 10-15 വർഷം കൂടെ നോർമൽ ലൈഫ് കിട്ടും. ഇതുകൂടാതെ ചില മെഡിക്കൽ കണ്ടീഷൻസും മുട്ടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ സെപ്റ്റിക് അങ്ങനെ അതല്ലെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മൾ പറയേണ്ടായി. മറ്റെന്തെല്ലാം മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് എങ്ങനെ മുട്ടുവേദന? സെപ്റ്റിക് ആർത്രൈറ്റിസ് പറയുന്നത് ഇൻഫെക്ഷൻ അണുബാധ കൊണ്ട് മുട്ടിൽ ഡാമേജ് വരികയും അതുകൊണ്ട് പിന്നീട് കാലത്ത് തേയ്മാനത്തിന് വ്യത്യാസങ്ങൾ കുറച്ചുകൂടെ നേരത്തെ വരികയും ചെയ്യുന്നതാണ്. ഇത് ചെറിയ കുട്ടികളിൽ പലവിധ ഇൻഫെക്ഷനുകൾക്ക് ശേഷം വരാം. പ്രായമായവരിലും ഇത് കണ്ടുവരാറുണ്ട്. അവരുടെ പ്രതിരോധ ശേഷി കുറയുമ്പോൾ എസ്പെഷ്യലി പ്രമേഹ രോഗികളിൽ ഇത് കണ്ടുവരാറുണ്ട്. ഇത് കൂടാതെ വാദം, സന്ധിവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ബാധിച്ച ആൾക്കാരിൽ ഈ രീതിയിലുള്ള വാദം മൂലമുള്ള തേയ്മാനും അതുകൊണ്ടുള്ള ഡാമേജും കണ്ടുവരാറുണ്ട്. ഇതിനും അതിന്റെ സ്റ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അതിന്റെ ചികിത്സ ചെയ്യുക. തുടക്കത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ അതിന് മരുന്നും എക്സസൈസും കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കുറെ അങ്ങ് വ്യത്യാസങ്ങൾ വന്നു മുട്ട് കംപ്ലീറ്റ്ലി ഡാമേജ് ആയ ഒരു സ്റ്റേജ് ആണെങ്കിൽ അതിന് നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇതുകൂടാതെ ഓസ്ഗൂഡ്-സ്ക്ലാറ്റ്ലർ ഡിസീസ് അതെന്താണ് ശരിക്കും? ഓസ്ഗൂഡ്-സ്ക്ലാറ്റ്ലർ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ വളർന്ന പ്രായത്തിൽ പിള്ളേരിൽ കാണുന്ന മുട്ടുവേദനയ്ക്ക് ഒരു കാരണമാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് കുറച്ച് ആക്റ്റീവായിട്ട് സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നുള്ള കളികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പിള്ളേരിലാണ്. ഇവരിൽ മുട്ടുവേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. അവരിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ചിരട്ടയിൽ നിന്ന് കാലിലോട്ട് ഘടിപ്പിക്കുന്ന ഒരു ലിഗമെന്റ് ഉണ്ട്. ആ ലിഗമെന്റ് കാലിൽ ചേർന്ന സ്ഥലത്ത് അവിടെ കുറച്ച് ഓവർ സ്ട്രെസ് ഫിനോമിനൻ ഉണ്ടാവുകയും അവിടെ ഉള്ള എല്ലിന്റെ വളർച്ചയിൽ കുറച്ച് അപാകത വരികയും അത് മൂലമുള്ള വേദനയാണ് ചെയ്യാറുള്ളത്. ഇതൊരു തന്നെത്താനെ ശരിയാകുന്നത് അഥവാ സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. ഏറെക്കുറെ റെസ്റ്റ് കൊണ്ടും ആ രീതിയിലുള്ള ആക്ടിവിറ്റി കുറയ്ക്കുന്നതും കൊണ്ടും ഇതിന്റെ വേദന കുറയാറുണ്ട്. നമുക്ക് മുട്ടുവേദന ശരിക്കും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഡോക്ടർ പറയേണ്ടായി നമ്മളുടെ ഭാരം കുറയ്ക്കുക, അതല്ലെങ്കിൽ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാം. മറ്റെന്തെല്ലാം വഴിക്ക് നമുക്ക് ഭാരം കുറയ്ക്കുകയും മസിൽ സ്ട്രെങ്തൻ ചെയ്യാം. പിന്നെ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ വേണം. ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് വ്യായാമം പ്രാക്ടീസ് ചെയ്യണം. ഏറ്റവും സിമ്പിൾ നമുക്ക് കുറച്ചു നേരം ഫ്രീ ആയിട്ട് നടന്ന് വ്യായാമം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതും നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില വ്യത്യാസങ്ങൾ, അത് മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് കഴിയുന്ന അത്രയും സ്റ്റെപ്പ് കയറുന്നതും ഇറങ്ങുന്നതും കുറച്ചാൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ട് അനുഭവപ്പെടും. ഇതേപോലെ തന്നെ നമ്മൾ ഈ മുട്ടുവേദന ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള കുറച്ച് വ്യത്യാസം വരുത്തുന്നതുകൊണ്ടും നമ്മുടെ ഭക്ഷണ രീതികളിലുള്ള വ്യത്യാസം വരുത്തുന്നതുകൊണ്ടും കുറച്ചുകൂടെ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നതുകൊണ്ടും ഇത് ഭേദമാവും. ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള വിറ്റമിൻ ഡി ലെവൽ. അതും ഒരു കാരണമാണ് ഈ മുട്ടുവേദന വരാനും മുട്ടിലുള്ള അസ്ഥിക്കും അസ്ഥിയുടെ മുകളിലുള്ള കാർട്ടിലേജിനും ഡാമേജും ചേഞ്ചസും സംഭവിക്കാൻ. നമുക്ക് മറ്റൊരു പ്രധാന ജോയിന്റ് പെയിൻ എന്ന് പറയാവുന്നത് ഷോൾഡർ പെയിൻ ആണ്. നമ്മുടെ ഷോൾഡറിന് അതല്ലെങ്കിൽ ചുമലിൽ ഉണ്ടാവുന്ന വേദനയാണ്. അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാകാം? തോൾവേദനയ്ക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാൽമുട്ട് വേദനയുടെ രീതിയിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേദന എന്ന രീതിയിൽ മനസ്സിലാക്കാം. അതിലൊന്ന് പ്രധാനമായിട്ട് പരിക്ക് പറ്റിയതിന് ശേഷം അതിന് പിറകെ വരുന്ന വ്യത്യാസങ്ങളും, രണ്ടാമത് പ്രായം കൊണ്ട് തോൾ സന്ധിയിൽ വരുന്ന വ്യത്യാസങ്ങളും അതുമൂലമുള്ള ജോയിന്റ് പെയിനുമാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് കളിക്കുന്ന ആൾക്കാരിൽ, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരിൽ, കൈകൊണ്ട് വീശിയുള്ള സ്പോർട്സ്, ടെന്നീസ്, ബാഡ്മിന്റൺ പോലുള്ള കളികൾ കളിക്കുന്ന ആൾക്കാരിൽ ഷോൾഡർ പരിക്ക് പറ്റിയിട്ട് ഷോൾഡറിനകത്തുള്ള മസിൽസും ലിഗമെന്റ്സും ഡാമേജ് വന്ന് അതുമൂലം വേദന അനുഭവപ്പെടാം. ഇത് നമ്മൾ കുറെ കാലം നമ്മളത് ചികിത്സ തേടാതിരുന്നു തോളിനുള്ളിൽ തേയ്മാനം പോലുള്ള വ്യത്യാസങ്ങൾ വരെയും അതുമൂലം വേദന അനുഭവപ്പെടുകയും ചെയ്യാം. പിന്നെ പല വിധത്തിലുള്ള ആക്സിഡന്റ് മൂലം, വാഹനാപകടം അല്ലെങ്കിൽ സ്പോർട്സ് കളികളിലൂടെ പരിക്ക് പറ്റി തോള് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും, തോൾ സന്ധി ഡിസ്ലൊക്കേറ്റ് ആയി പല പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ആയുള്ള ആൾക്കാർക്ക് ഈ രീതിയിൽ തോളിൽ നേരത്തെ തന്നെ തേയ്മാനം വരെയും അതിന് മൂലം വേദന അനുഭവപ്പെടുകയും ചെയ്യാം. രണ്ടാമത് പ്രായമുള്ള ആൾക്കാരിൽ തോളിനുള്ളിൽ തേയ്മാനം അനുഭവപ്പെടുമ്പോഴാണ് ഇത് കൂടുതൽ
കൂടുതലും സംഭവിക്കുന്നത് നമ്മൾക്ക് ഒരു ഏകദേശം ഒരു 50-60 വയസ്സിന് ശേഷം നമ്മുടെ തോള് നമ്മുടെ കൈ പൊക്കാൻ സഹായിക്കുന്ന കുറച്ച് മസിൽസ് ഉണ്ട് തോളിനുള്ളിൽ, റൊട്ടേറ്റർ കഫ് മസിൽ എന്ന് പറയും. ആ മസിൽസിന് പ്രായത്തിന്റേതായ വ്യത്യാസങ്ങൾ സംഭവിച്ച് ആ മസിൽസിൽ വിള്ളലുകൾ വീഴുകയും ആ മസിൽസ് ഉള്ള സ്ഥലത്ത് അവിടുന്ന് വേദന അനുഭവപ്പെടുകയും ചെയ്യാം. ഇത് വീണ്ടും കുറെ വർഷങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ തോളിൽ ആർത്രൈറ്റിസ് ആയി അവസാനിക്കുകയും അതുമൂലം വേദന അനുഭവപ്പെടുകയും ചെയ്യാം. പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ ഒരു 60 വയസ്സിനൊക്കെ ശേഷം ഇതൊരു വേദനയ്ക്ക് കാരണമാണ്. പിന്നെ ചുരുക്കം ചില ആൾക്കാരിൽ പ്രമേഹ രോഗികൾക്കൊക്കെ തോളിന് ചുറ്റുമുള്ള ജോയിന്റ് ടിഷ്യൂസും മസിൽസും ഒക്കെ ചുരുങ്ങുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അത് നമ്മൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും. അതുമൂലം വേദന അനുഭവപ്പെടാം. അത് കൂടുതലും കാണുന്നത് പ്രമേഹ രോഗികളിലാണ്. നമ്മുടെ ജോലിയുടെ രീതി, നമ്മൾ കുറെ നേരം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുള്ള ജോലിയാണെങ്കിൽ, നമ്മൾ ഇരുന്നുള്ള ജോലിയാണെങ്കിൽ നമ്മുടെ കഴുത്തിൽ സ്ട്രെസ് വരെയും അതുമൂലം നമ്മുടെ കഴുത്തിൽ നമ്മുടെ സുഷുമ്ന നാഡിയിൽ നിന്ന് വരുന്ന ഞരമ്പുകളിൽ തോളിലോട്ട് പോകുന്ന ഞരമ്പുകളിൽ വേദന വരെയും തോൾ വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യാം. ഗ്യാസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പം തോളിലിട്ട് റെഫേർഡ് പെയിൻ ഉള്ള ഒരു രീതിയിൽ വേദന അനുഭവപ്പെടാം. അതായത് ചിലപ്പോൾ ഗ്യാസ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ലിവറിൽ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോഴോ നമുക്ക് തോളിലോട്ട് വേദന അനുഭവപ്പെടാം. പക്ഷെ അതും തോളിനുള്ളിലുള്ള അവയവങ്ങൾക്ക് ഡാമേജ് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. മാനേജ്മെന്റിന് ഫിസിയോതെറാപ്പിയും മെഡിസിൻസും എങ്ങനെയാണ്? വേദനയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോളിനുള്ളിൽ പരിക്ക് പറ്റി തോളിനുള്ളിലുള്ള ലിഗമെന്റ്സ് അല്ലെങ്കിൽ മസിൽസിന് ഡാമേജ് പറ്റിയുള്ള വേദനയാണെങ്കിൽ അത് നമ്മൾ റിപ്പയർ ചെയ്യുന്നതിലൂടെ ആ വേദന മാറും. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജോയിന്റിൽ നമ്മളിപ്പം കീ ഹോൾ സർജറിയിലൂടെയാണ് നമ്മൾ ശരിയാക്കാറുള്ളത്. രണ്ടാമത് പറഞ്ഞ പോലെ തോളിന്റെ തുടക്കത്തിലൊക്കെയുള്ള തേയ്മാനത്തോടനുബന്ധിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ ഫിസിയോതെറാപ്പിയും കുറച്ച് വ്യായാമവും കൊണ്ട് നമുക്ക് ഭേദമാക്കാം. പിന്നെ തോളില് ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന അസുഖത്തിലും അതേപോലെ തന്നെ തോളില് ആർത്രൈറ്റിസ് ഒക്കെ വന്ന് തുടങ്ങിയതിനു ശേഷം നമ്മൾ ഇഞ്ചക്ഷൻസ് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് വേദന കുറയ്ക്കാം. അങ്ങേയറ്റം തേയ്മാനമൊക്കെ സംഭവിച്ചതിന് ശേഷം നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളത് തോളിലും ഈ പറഞ്ഞ പോലെ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറിയാണ്. തോൾ സന്ധി മാറ്റിവെക്കൽ എന്ന് പറയും. തേഞ്ഞ ഭാഗം മാത്രം മാറ്റി പുതിയൊരു സർഫസ് ഫിറ്റ് ചെയ്യുന്നത്. ഈ തരത്തിൽ കാൽമുട്ടുവേദന പോലെ തോൾവേദന ഉള്ളവർക്കും നിർദ്ദേശിക്കാവുന്ന ലഘുവ്യായാമങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? തോൾമുട്ടുവേദനയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ ഒരു ചെറിയൊരു 1 ലിറ്ററിന്റെ വെള്ളം കുപ്പി കയ്യിൽ പിടിച്ച് നമ്മൾ മുന്നോട്ടും സൈഡിലോട്ടും നമ്മൾ കൈയുടെ മുട്ട് നേരെ പിടിച്ചിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി ഡംബൽസ് എടുത്ത് വർക്കൌട്ട് ചെയ്യുന്ന പോലെ ചെറിയ വെയിറ്റ്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്നത് സിംപ്ലി നമ്മുടെ കല്ലെറിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്ന പോലെ കൈ മുകളിൽ ചുറ്റിച്ചുള്ള എക്സസൈസ്, ഇതൊക്കെ നമുക്ക് തോളിൽ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതിൽ ഒക്കെ ഉപരി നമ്മളൊരു വിദഗ്ധ ചികിത്സയിൽ തേടുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ട്രെയിനറെ ബേസ് തേടി അതിനനുസരിച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇതിൽ, പ്രത്യേകിച്ച് തോൾ വേദനയുള്ള ആൾക്കാരിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോളിനുള്ളിലുള്ള മസിൽ ഡാമേജ് ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ചില എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആ വേദന കൂടാനോ അതുമൂലം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ തോൾവേദന പലപ്പോഴും മറ്റു പല അസുഖങ്ങളുടെയും സൂചനയാകാറുണ്ടോ? ചില സമയങ്ങളിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവും എന്ന് പറയുന്നു, അതല്ലെങ്കിൽ അത് കാർഡിയാക് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ സൂചനയാകാൻ സാധ്യതയുണ്ടോ? അതെ, തോൾവേദന ചിലപ്പം ഹൃദ്രോഗികളിൽ ഒരു സൂചനയാവാം, പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ ഒരു സൂചനയാവാം. പക്ഷെ അതും തോളിലുള്ള അവയവങ്ങൾ തമ്മിൽ ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് ഇല്ല. പ്രഷറും ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ തോൾവേദന പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് പ്രോബ്ലത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതും അതിന്റേതായ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യേണ്ടതുമാണ്. എന്തായാലും കാൽമുട്ടുവേദനയെക്കുറിച്ചും തോൾവേദനയെക്കുറിച്ചും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. കാൽമുട്ടുവേദനയും